നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. പിന്നെ നമ്മൾ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നാണ് വിന്നറെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ കെറ്റിൽ. പക്ഷേ നമ്മൾ മിക്കവാറും വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്കിത് വെച്ചിട്ട് വേറെയും കുറച്ച് ടിപ്സൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത്. ഞാനിതിലിപ്പം പഴം പുഴുങ്ങിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ സ്വിച്ച് തനിയെ ഓഫാവും. അത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതങ്ങനെ ഓഫായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു പഴം ഇതുപോലെ 2 കഷ്ണാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി സ്വിച്ച് ഓണാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം കൂടി നന്നായിട്ട് തിളച്ച് വരും. എന്നിട്ട് ഇത് ഓഫായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് വെന്തിട്ടുണ്ടോ എന്ന് ഒരു സ്റ്റിക്കോ മറ്റോ വെച്ചിട്ട് കുത്തി നോക്കുക. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഇതിൻ്റെ സ്വിച്ച് ഓണാക്കിയിട്ട് വെക്കുക. അപ്പോൾ ആ ചൂടിൽ ഇത് നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. നമ്മൾ ഈ പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുന്നതിനേക്കാളും പെട്ടെന്ന് നമുക്ക് ഇതിന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഈ പഴം പുഴുങ്ങിയതെല്ലാം കഴിക്കുന്നവർക്കെല്ലാം നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഇതിപ്പോൾ കണ്ടോ, പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ പഴം മാത്രമല്ല, നമുക്ക് ഇതേപോലെ തന്നെ മുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാ ഞാൻ ഒരു മുട്ട ഇതിലിട്ടിട്ട് പുഴുങ്ങി കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് തന്നെ വെള്ളം ചൂടാക്കരുത്. നമ്മൾ പച്ചവെള്ളത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പഴം പുഴുങ്ങിയ വെള്ളം ചൂടാറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് മുട്ട ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. എന്നിട്ട് ഇത് തിളച്ച് കഴിയുമ്പോൾ തനിയെ സ്വിച്ച് ഓഫാവും. എന്നിട്ട് നമ്മൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒരു 1-2 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഇതിൻ്റെ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ 2 പ്രാവശ്യം ഇതുപോലെ തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ മുട്ട കുക്കായിട്ടുണ്ടാവും. പിന്നെ മുട്ട കെറ്റിലേക്ക് ഇടുമ്പോൾ പതുക്കെ ഇട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ മുട്ട പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിടുന്ന സമയത്ത് ഇതാ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിടുമ്പോൾ പതുക്കെ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ചെയ്യാത്തവരാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മൾ സാധാരണ ഇതുപോലത്തെ പെട്ടിയിൽ സാധനങ്ങളെല്ലാം കെട്ടി വെക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ലോങ് ആയിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഇതുപോലെ പെട്ടിയിൽ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇത് കെട്ടിവെക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പെട്ടിയെല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക. ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ കയറ് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പെട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതാ 2 സൈഡിൽ നിന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ സാധാരണ കെട്ടുന്നില്ലേ അതേപോലെ ഇങ്ങനെ 2 സൈഡിൽ നിന്നും നമ്മളിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലേക്ക് കൂടി എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. നമ്മൾ ഉള്ളിലേക്ക് കൂടി എടുത്തതിന് ശേഷം ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി ആ സൈഡിലേക്ക് കൂടി ഒന്നും കൂടി ഇതിനകത്തേക്ക് കൂടി ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. നിങ്ങൾ ഈ വീഡിയോ 2-3 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ നല്ലോണം ടൈറ്റാക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ സെൻറ്ററിലോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ കയർ ഇതുപോലെ നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൂടി കയറെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബേക്കിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ബേക്കിലുള്ള ആ കയറിൻ്റെ ഉള്ളിലേക്ക് കൂടി നമ്മൾ കയർ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വലിച്ച് മുറുക്കിയിട്ട് നമ്മൾ മറ്റേ സൈഡിലേക്ക് കൂടി നേരത്തെ നമ്മൾ കെട്ടി വെച്ചിട്ടില്ലേ മുമ്പിൽ, ആ ഭാഗത്തേക്ക് കയർ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കയർ ഇതുപോലെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നേരത്തെ കെട്ടിവെച്ച കയറിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റാക്കിയിട്ട് 2-3 പ്രാവശ്യം അതേപോലെ തന്നെ ഉള്ളിലേക്ക് കൂടി ഇട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഊരാക്കുടുക്കിട്ട് കെട്ടി വെക്കുക കേട്ടോ.
നോർമൽ കെട്ടല്ല, ഊരാക്കൂടി കിട്ടാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കെട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എത്ര വലിയ പെട്ടിയായാലും ചെറുതായാലും നമുക്ക് കംഫർട്ടബിളായിട്ട് എവിടേക്ക് വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റും. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ പറ്റുന്ന കെട്ടുമാണ്. അതുപോലെ നമുക്ക് കംഫർട്ടബിളായിട്ട് നന്നായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനും പറ്റും. സാധാരണ നോർമലായിട്ട് കെട്ടുന്ന പോലെയാണെങ്കിൽ ഒരു സൈഡിലേക്ക് കയറി ചെരിഞ്ഞു പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടി അതിൽ നിന്ന് ഊരി പുറത്തേക്ക് വരും. അങ്ങനെയെല്ലാം സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കെട്ടിയാൽ നിങ്ങൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഇപ്പോൾ ചക്കൻ്റെയും മാങ്ങൻ്റെയും ഒക്കെ സീസണാണ് അല്ലേ. അപ്പോൾ ചക്കയും മാങ്ങലും പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടി കെട്ടുന്ന സമയത്ത് അതിന് തോട്ടിന്ന് തന്നെ എന്തോന്നും പറയാം, എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. നമ്മളിങ്ങനെ കത്തി ഈ ഒരു കമ്പിൽ കെട്ടുന്നില്ലേ, അപ്പോൾ നമ്മൾ നോർമലായിട്ട് കെട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഈ ചക്കയെല്ലാം വലിക്കുന്ന സമയത്ത് അത് ഇളകി പോകലുണ്ട്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റായിട്ട് കെട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിയാൽ നിങ്ങൾക്ക് നല്ല ടൈറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിന് നമ്മൾ ഇതുപോലെ കമ്പെടുത്തിട്ട് ഈ കമ്പിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറ് പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വലിച്ച് ടൈറ്റായി കൊടുക്കുക. നല്ലോണം വലിച്ച് മാക്സിമം നന്നായിട്ട് വലിച്ച് ഇതുപോലെ ടൈറ്റാക്കുക. നമുക്ക് 2 കയറാണ് കേട്ടോ വേണ്ടത്. ഒരു കയറ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇട്ടുക, എന്നിട്ട് അതേപോലെ തന്നെ വേറൊരു കയറെടുത്തിട്ട് ഇതിൻ്റെ അടിയിൽ അതേപോലെ തന്നെ കെട്ടി കൊടുക്കുക. നമ്മളെടുക്കുന്ന കത്തിൻ്റെ ആ സൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് വെക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിൽ നമ്മൾ കയറിങ്ങനെ വെച്ചിട്ട് കെട്ടുക. ഫസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറ് എടുത്തിട്ട് വേണം നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടാൻ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് തന്നെ ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ കത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്കി വരുന്ന കയറില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട് വരഞ്ഞ് കെട്ടി കൊടുക്കുക. 3-4 പ്രാവശ്യം നന്നായിട്ട് ചുറ്റിയിട്ട് വരഞ്ഞ് കെട്ടി കൊടുക്കുക. ഞാനെടുത്ത കയറ് കുറച്ച് ചെറുതായിപ്പോയി, നിങ്ങളെടുക്കുമ്പം കുറച്ച് വലിയ കയറ് നോക്കിയിട്ട് എടുക്കണേ. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 സൈഡ് നന്നായിട്ട് വരഞ്ഞ് കെട്ടിയാൽ കത്തി അവിടെ നിന്ന് പിന്നെ അനങ്ങില്ല, അത്രയും നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചക്കയോ മാങ്ങയോ എന്താണെന്ന് വെച്ചാൽ പറിക്കുക. അതുപോലെ തന്നെ നമുക്ക് കമ്പെല്ലാം ഒടിച്ചിടാനെല്ലാം പറ്റും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഇത് കണ്ടോ നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രയൽ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ചക്കയും മാങ്ങയൊന്നും ഇല്ല. ഉമ്മാൻ്റെ അടുത്ത് നിന്നെല്ലാം ഇതേപോലെ കെട്ടിയിട്ടാണ് ചക്കയും മാങ്ങയെല്ലാം പറിക്കൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം ഇതാ നല്ല സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. അപ്പം ബോട്ടിൽ എടുക്കുമ്പം ചെറുത് നോക്കിയിട്ട് എടുക്കണേ. ഞാനെടുത്ത അത്രയും വേണ്ട, അതിലും ചെറുതെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ സാധനം എടുത്തിട്ട് നമ്മൾ അടുപ്പിൽ ഇതുപോലെ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിൻ്റെ മൂടിയിൽ നമുക്ക് ഹോളിട്ട് കൊടുക്കുക. ഒരു 3-4 ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് ഹോൾ ഇടാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തോ കേട്ടോ. എനിക്കിതാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൂടിയിൽ ഇതുപോലെ ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ആക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കംഫർട്ടാണ്. അപ്പോൾ ഞാൻ സാമ്പിൾ പാക്കറ്റാണ് വാങ്ങിയത്. നിങ്ങളുടെ കയ്യിൽ ഫുള്ളായിട്ടുള്ളതുണ്ടെങ്കിൽ അതിൽ 2-3 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് സാമ്പിൾ പാക്കറ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആകെ ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ കുപ്പി എടുത്താൽ മതി. ഞാൻ എടുത്തത് കുറച്ച് വലുതാണ്, നിങ്ങളെടുക്കുമ്പോൾ ചെറുതെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് മൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഈ ജനലിൻ്റെ സൈഡിലോ മറ്റോ ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ ബാത്റൂം എപ്പോൾ തുറന്നാലും നല്ല സ്മെല്ലുണ്ടാവും. ആ ബാത്റൂമിൻ്റെ പൊട്ട സ്മെല്ലെല്ലാം പോയിട്ട് ഏത് സമയത്ത് ഓപ്പൺ ആക്കുമ്പോഴും നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ മാവ് കുഴച്ചെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1 കപ്പ് ഗോതമ്പ് മാവ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക.
ഒരു സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണേ, അത് പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പൾസ് മോഡിൽ ഇട്ടിട്ട് ഇങ്ങനെ നിർത്തി അടിച്ചെടുത്താൽ ആ മാവ് നമുക്ക് സൂപ്പറായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നനയോ ഒട്ടിപ്പിടിക്കലോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടിപ്പ് ഇതാണ്. അടിപൊളിയാണ് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോ. അടുത്തത് കാസറോൾ വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിട്ടതാണ്. അപ്പോൾ കുറേ പേർക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പിന്നെയും ഞാനിത് അപ്ലോഡ് ആക്കുന്നത് കേട്ടോ. കാസറോളിൽ നമ്മൾ കടലയും ചെറുപയറും ഒക്കെ കുതിർത്ത് വെക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല കുറേ യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, വേണമെന്നവർ കണ്ടു നോക്കിക്കോ. അപ്പോൾ ഇത് കുറച്ച് വെറൈറ്റി ആണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും കാണിക്കുന്നത് കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഇതിലേക്ക് വെച്ചിട്ട് മൂടി വെച്ചാൽ കുറച്ച് സമയത്തേക്ക് ഇതിൻ്റെ ചൂടാറാതെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ചായ കിട്ടും. നമ്മൾ ഫ്ലാസ്കിലെല്ലാം ഒഴിച്ച് വെച്ചാൽ ഫ്ലാസ്കിൻ്റെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റെല്ലാം. അപ്പോൾ അത് ചിലർക്കൊന്നും ഇഷ്ടാവലില്ല. അങ്ങനെയുള്ളവർ നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കി നോക്കിക്കോ. നമുക്ക് ചായ ഉണ്ടാക്കിയ അതേ ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമുക്ക് കുറച്ച് സമയത്തേക്ക് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.